രാഹുലിനെ പിന്തുണച്ച CPI നേതാവ് PP സുനീറും രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ നേരിട്ടത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെന്ന് PP സുനീർ. രാഹുലിന് വ്യക്തിപരമായും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പരമാവധി ഒരുമിച്ച് പോരാടുമെന്നും സുനീർ മാതൃഭൂമി ന്യൂസിനോട്. PP സുനീർ ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്യസഭയിൽ നമ്മുടെ പ്രതിനിധികളൊക്കെ മാറുകയാണ് കേരളത്തിൽ നിന്നുള്ള. PP സുനീർ പുതിയ രാജ്യസഭാംഗമായിട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഡൽഹിയിലേക്ക് വന്നു സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. തീരെ പരിചയമുള്ള ഒരു മേഖലയിലല്ല പാർട്ടി ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം വളരെയേറെ വർദ്ധിച്ച ഒരു സാഹചര്യമാണ്. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളുമായി ചേർന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെടണമെന്നാണ് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധി ഇടതുപക്ഷം, CPI, CPM പാർട്ടികളൊക്കെ നേരിടുന്നൊരു സന്ദർഭമല്ലേ ഇത്? രാജ്യത്ത് പാർലമെൻറ്റിലെ എണ്ണം കുറഞ്ഞു, പുറത്താണെങ്കിൽ സംഘടനാശേഷി പല സ്ഥലത്തും കുറയുന്നു എന്നുള്ളൊരു ചിന്ത പാർട്ടിക്കുള്ളിൽ തന്നെ വരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലെ പ്രവർത്തനം ഏത് നിലയിലായിരിക്കണം എന്നാണ് തോന്നുന്നത്? പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത ഒരു പാർലമെൻറ്റായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിരുന്നത്. വലിയൊരു മാറ്റമാണ് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ആ തിരിച്ചടി ഇടതുപക്ഷത്തിനും നേരിടേണ്ടി വന്ന ഒരു സന്ദർഭമാണ്. എങ്കിലും തിരിച്ചു വരാൻ കഴിയും. ജനാധിപത്യ മതേതര ശക്തികൾക്ക് വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഈ ജനവിധി. ഭാവിയിലും ആ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം PP സുനീർക്കൊക്കെ ഡൽഹിക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്ന് ചിലർ ഉയർത്തിയ ഒരു ആക്ഷേപം എന്നൊക്കെ പറയുന്നത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം അവസരം കൊടുക്കുന്നു. ആ വിമർശനങ്ങളൊക്കെ എങ്ങനെ കാണും? ഇല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നല്ലൊരു MP ആയിരുന്ന ബിനോയ് വിശ്വൻ തന്നെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതിൻ്റെ സാധ്യതയും സാഹചര്യം എന്താണ് എന്നുള്ളത് പാർലമെൻറ്റിൻ്റെ അംഗസംഖ്യയെ വിശദീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി അത് വിശദീകരിച്ചിട്ടുണ്ട്, യാതൊരു സംശയത്തിനിടെ ഇല്ലാത്ത രീതിയിൽ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമൊന്നുമില്ലാതെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മാനദണ്ഡം. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് 10 വയസ്സിൽ തന്നെ AISFൻ്റെ പ്രതിനിധിയായി പ്രവർത്തിച്ച് ക്ലാസ് മത്സരത്തിലൂടെ ഹൈസ്കൂൾ പാർലമെൻറ്റ് രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങി. 56 വയസ്സിനിടയിൽ 46 വർഷവും ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. 16 വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ്, വിദ്യാർത്ഥി മെമ്പർഷിപ്പ് ലഭിച്ച ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. എൻ്റെ കുടുംബവും 2 or 3 തലമുറയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുന്ന, പ്രത്യേകിച്ച് മലബാറിൽ പരമ്പരാഗത മുസ്ലിം കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരായ നേതാക്കൾ ധാരാളമുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരിഗണനയോ എല്ലാ തരത്തിലുള്ള മാനദണ്ഡമോ ഒന്നുമില്ലാതെ തന്നെ മറ്റെല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഉള്ളതുപോലെ തന്നെ അർഹത ഈ കാര്യത്തിൽ എനിക്കുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർലമെൻറ്റിൽ ഇന്ത്യ സഖ്യ പോരാട്ടത്തിൽ ഒപ്പം കാണാം നമുക്ക്. തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പാർലമെൻറ്റാണ്. വളരെ അനിവാര്യമായ ഒട്ടേറെ ചുമതലകൾ ഏറ്റെടുക്കാനുണ്ട്. രാഹുലിനെതിരായിരുന്നല്ലോ മത്സരം വയനാട്ടിൽ. രാഹുൽ ഇവിടെ ഇന്നലത്തെ രാഹുലിൻ്റെ പ്രസംഗമൊക്കെ കണ്ടിരുന്നോ? എങ്ങനെയുണ്ട് പ്രതിപക്ഷ നേതാവായിട്ട്? തീർച്ചയായും രാഹുൽ ഗാന്ധി വ്യക്തിപരമായും വലിയ മാറ്റം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വലിയ പ്രതീക്ഷ ജനാധിപത്യ മതേതര ഇന്ത്യക്ക് നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരുമിച്ച് പോരാടും. തീർച്ചയായും ഒരുമിച്ച് തന്നെയാണ് ഇന്ത്യൻ മുന്നണി പോരാടുന്നത്. ആ പോരാട്ടത്തിൽ പരമാവധി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ശരി, അപ്പം അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് കാണാം. 6 വർഷം സന്തോഷം. എല്ലാ സഹകരണവും. ഉറപ്പായിട്ടും. എന്തായാലും ഇനിയുള്ള മുന്നോട്ട് പോരാട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിക്കും ഒപ്പം പോകുന്നതാണ് PP സുനീർ പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.